ഗ്രേറ്റ് കേരള പൊളിറ്റിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചർച്ച ചെയ്യുന്ന മറ്റൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആൾക്കാർക്ക് ഇതൊക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ നമ്മൾ ആ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഭരണപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണെങ്കിലും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണെങ്കിലും ലൈംഗിക ആരോപണങ്ങൾ, ഒരു നേതാവിനെതിരെ ലൈംഗിക ആരോപണങ്ങളോ കുറ്റകൃത്യമോ വരുന്ന സമയത്ത് ഇതെല്ലാം ഇവരെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പാർട്ടി തന്നെ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി മുമ്പിലേക്ക് വരുന്നതാണ്. ഈ പാർട്ടി തന്നെ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മുന്നിലേക്ക് വരുമ്പോൾ ഇത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും മറ്റുള്ള ആൾക്കാർക്ക് ഇതൊരു പ്രചോദനമായി മാറും. കാരണം ഞാനൊരു നേതാവായാൽ എൻ്റെ എന്ത് ചെയ്തികളും എൻ്റെ പാർട്ടി സംരക്ഷിച്ചുകൊള്ളും എന്നുള്ള തലത്തിലേക്ക് ഇവരുടെ ചിന്താഗതി മാറുകയാണ്. സ്വാഭാവികമായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഉഭയകക്ഷി സമ്മതത്തോടു കൂടിയാണ് ഒരു ബന്ധം, ലൈംഗികമായിട്ടുള്ളൊരു ബന്ധം രാഹുൽ മാങ്കൂട്ടവും ഈ പറയുന്ന പെൺകുട്ടി എക്സോർവൈ ആരായാലും ആ പെൺകുട്ടിയുമായിട്ട് നടന്നിട്ടുള്ളത് എന്ന് നമ്മളെല്ലാവരും പറയുമ്പോഴും അവിടെ ഒരു ചെറിയൊരു പ്രശ്നമുള്ളത്, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനപ്രതിനിധിയാണ് എന്നുള്ള കാര്യം മറന്നുപോയി എന്നുള്ളതാണ്. അപ്പോൾ അത്തരം വിഷയങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം കുറച്ചും കൂടെ ശ്രദ്ധ വരുത്തണമായിരുന്നു. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് സപ്പോർട്ട് ചെയ്ത് വരുന്ന പല സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് ചെയ്ത് എഴുതുന്ന BJP എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു നേതാവായി വളരെ പെട്ടെന്ന് തന്നെ കോൺഗ്രസിലേക്ക് ചേക്കേറിയ ഒരു നേതാവുണ്ട്. പേരൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ നിങ്ങൾ നോക്കിയാൽ അറിയാം. ആ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ അയാൾ ഭയങ്കരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് ഭയങ്കര കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ തന്നെ ഈ പറയുന്ന കോൺഗ്രസിലേക്ക് പോയ BJP-കാരനായ കോൺഗ്രസിലേക്ക് പോയ വ്യക്തി ചില ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്ന ചില വ്യക്തികൾക്ക് ഇതിൻ്റെ പൂർണ്ണ ഇൻഫർമേഷൻ നൽകി എന്നുള്ളതാണ്. അതായത് പെൺകുട്ടിയുടെ പൂർണ്ണ ഇൻഫർമേഷൻ നൽകി എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു സത്യം. അത് നമുക്ക് അയാളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇത് ആരാണ് ഇത് ചെയ്തതെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇതിനെല്ലാ സംഭവങ്ങൾക്കും ഉപരിയായി ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കുകയും അതിലുപരിയായി ആ പെൺകുട്ടിയുടെ ഗർഭഛിദ്രം നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്തത് വലിയൊരു അപരാധം തന്നെയാണ്. അതിന് ഒരു MLA എന്നുള്ള രീതിയിൽ രാഹുൽ മാങ്കൂട്ടം ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് MLA ആയി തുടരാൻ യാതൊരുവിധ യോഗ്യതയും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.